മോദി ഇന്ത്യ ഭരിച്ചതുകൊണ്ട് ഒരു ഗുണമുണ്ടായി എന്ന് തുറന്നു പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. സംഘികൾ എന്നാൽ ലോകോത്തര വിഡ്ഢികളാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരാണ്, തലച്ചോറിന്റെ കണിക പോലും ഇല്ലാത്തവരാണ് എന്ന് സാധാരണ ജനങ്ങൾക്ക് പോലും തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യമാണ് മോദി ഭരിച്ചതുകൊണ്ട് ഇന്ത്യക്കുണ്ടായ ഒരേ ഒരു ഗുണം. ഇതിനു മുൻപ് ലോകത്തിൽ തന്നെ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത്ര വലിയ മരപ്പൊട്ടന്മാരാണ് സംഘികൾ എന്ന്. അവരുടെ 50 പോലുമില്ലാത്ത IQ പുറത്തു കാണിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല എന്ന് മാത്രമല്ല, അത് അവർ വലിയ മാസ്റ്റർ സ്ട്രോക്ക് ആയാണ് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി നോർത്ത് ഇന്ത്യൻ സംഘികളുടെ ഇടയിലുള്ള ട്രെൻഡ് എന്താണ് എന്നറിയാമോ? പന്നി പൂജ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, പന്നിയെ പൂജിക്കുക എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യൻ സംഘികളുടെ ഇടയ്ക്കുള്ള ഏറ്റവും പുതിയ മാസ്റ്റർ സ്ട്രോക്ക്. ഇക്കാര്യങ്ങൾ വ്യക്തമായ തെളിവുകളോടെ നമുക്ക് അവലോകനം ചെയ്യാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അതിശയിച്ചു പോകും പന്നിപൂജ ചെയ്യുന്ന ആളുകൾ ഉണ്ടോ എന്ന്. എന്നാൽ കാര്യം 100% സത്യമാണ്. നോർത്ത് ഇന്ത്യൻ സംഘികളുടെ ഇടയ്ക്കുള്ള ഏറ്റവും പുതിയ ട്രെൻഡാണ് ഇത്. എന്തിനാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്ന് അറിയണ്ടേ? മുസ്ലിങ്ങളെ വെറുപ്പിക്കുന്നതിന് വേണ്ടി. അതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർക്ക് മടിയില്ല, നാണവുമില്ല. അവരുടെ ധാരണ പന്നിയെ പൂജിക്കുന്നത് വഴി മുസ്ലിങ്ങൾക്ക് അലോസരം ഉണ്ടാകും എന്നാണ്. അത്ര ദയനീയമാണ് അവരുടെ വിവേകമില്ലായ്മ. ഇത് വെറുതെ പറയുന്നതല്ല എന്നുള്ളതിന്റെ തെളിവുകൾ ആദ്യം കാണിക്കാം. ദേശീയ മാധ്യമമായ ദ പ്രിന്റ് പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ഇത്. സംഘിണി പന്നിപൂജ ചെയ്യുന്നതിന്റെ വീഡിയോയുമായാണ് അവർ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. ആ വീഡിയോയിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു, ഒരു സ്ത്രീ അവരുടെ വീടിന്റെ വെളിയിൽ കൂട്ടിലിട്ട പന്നിക്ക് ആരതിയൊഴുകുകയാണ് സാമ്പ്രാണിത്തിരിയും ഉപയോഗിച്ച്. ഈ വീഡിയോയിൽ മന്ത്രോച്ചാരണങ്ങളും നമുക്ക് കേൾക്കാം. എങ്ങനെയുണ്ട്? ഇത് കാണുന്ന സംഘികൾക്ക് എന്താണ് തോന്നുന്നത്? മാസ്റ്റർ സ്ട്രോക്ക് അല്ലേ? അടിപൊളി അല്ലേ? എങ്ങനെയാണ് ഇതുപോലെ തഴംതാരുന്നവരായി ആളുകൾ മാറാനുള്ള കാരണം? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. സംഘികളെ വീണ്ടും വീണ്ടും മരപ്പൊട്ടന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ നരേന്ദ്ര ദാമോദർദാസ് മോദി. ഹൈന്ദവർക്ക് ഇതുപോലെ ദോഷം വരുത്തിയ, ഹിന്ദുമതത്തെ ഇതുപോലെ അപമാനിച്ച വേറൊരാൾ ലോകത്തിലില്ല മോദിയെ പോലെ. അവർ ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഡൽഹിയിലെ ട്രൈനഗറിൽ ചില ഹിന്ദു കുടുംബങ്ങൾ പുതിയ തരത്തിലുള്ള ഭക്തിയുമായി വന്നിരിക്കുകയാണ്. മുസ്ലിങ്ങളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ പരിപാടിയുമായി എത്തിയിരിക്കുന്നത്. പന്നി പൂജ. പന്നിയെ വീടിന്റെ പുറത്ത് കൂട്ടിൽ ഇട്ടുവച്ചിരിക്കുന്നു. അതുപോലെ അവരുടെ ചുമരിൽ പന്നിയുടെ മുഖമുള്ള ദൈവത്തിന്റെ പോസ്റ്റർ വെച്ച് ആടയാഭരണങ്ങൾ അണിയിച്ച് ഇരിക്കുകയാണ് എന്ന്. അവർ ഇത് കാണിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളിലെ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചത് കണ്ടുകൊള്ളൂ. ഇവിടെ ഗലി നമ്പർ 3 വീടിന്റെ പുറത്ത് വരാഹത്തിന്റെ പോസ്റ്റർ പതിപ്പിച്ചത് കാണിച്ചിരിക്കുന്നു. അവരുടെ ഈ രണ്ടാമത്തെ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു കുടുംബങ്ങൾ പറഞ്ഞത് 1 വർഷമായി ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നാണ്. എന്നാൽ മുസ്ലിങ്ങൾ പറയുന്നത് 2-3 മാസമായാണ് അവർ ഈ പുതിയ പരിപാടി തുടങ്ങിയത് എന്നാണ്. 70-ലധികം മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ വലിയ വിള്ളലിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മൂന്നാമത്തെ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും കൂടി അവിടെ പുതുതായി പണിതുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ അടുത്ത് ഒരാഴ്ചയായി CRPFനെ സുരക്ഷയ്ക്ക് നിയോഗിച്ചിരിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് അവർ ഒരു ഫുൾ വാർത്തയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ പോയി മുഴുവൻ വാർത്തയും വായിക്കാവുന്നതാണ്. അത് കാണിച്ചുകൊണ്ട് അവർ ഇവിടെ എഴുതിയിരിക്കുന്നത് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവർ ഈ പന്നിപൂജ നടത്തുന്നത് എന്നാണ്. സംഘികളുടെ ധാരണ പന്നിയെ പൂജിക്കുന്നത് വഴി മുസ്ലിങ്ങൾക്ക് വലിയ അലോസരം ഉണ്ടാകും എന്നാണ്. എന്നാൽ മുസ്ലിങ്ങൾ പന്നിയിറച്ചി കഴിക്കുകയില്ല എന്നതൊഴിച്ചാൽ പന്നികളെ കണ്ടതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അലോസരം ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ചില ആളുകളുടെ ഇടയിൽ ഇത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. മുസ്ലിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള വിചാരത്തിൽ മനഃപൂർവ്വം പന്നിയെ കൊണ്ടുവന്ന് പൂജിക്കുക. ഏത് തരത്തിലേക്കാണ് സംഘികളെ മോദി എത്തിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം.
നമ്മുടെ ഈ വാർത്ത കാണുന്ന ആളുകളല്ല അവിടെ താമസിക്കുന്നവർ എന്ന് എനിക്കറിയാം. എന്നാൽ സംഘികൾ എന്തു വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ. മുസ്ലിങ്ങൾക്ക് ഇതിന്റെ പേരിൽ യാതൊരു അലോസരവും ഉണ്ടാകേണ്ട കാര്യമില്ല. അവരുടെ വിവരക്കേടാണ് അവർ കാണിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നോർത്ത് ഇന്ത്യൻ സംഘികളുടെ വിചാരം കേരളത്തിലുള്ളവർ ബീഫ് മാത്രമേ കഴിക്കൂ, പന്നിയിറച്ചി കഴിക്കില്ല എന്നാണ്. മുസ്ലിങ്ങൾ പൊതുവെ പന്നിയിറച്ചി കഴിക്കുകയില്ല. അതിന് കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അവർ പന്നിയെ ഒരു വൃത്തികെട്ട മൃഗമായാണ് കാണുന്നത്. അല്ലാതെ പന്നികളോട് എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ പന്നിയെ ദൈവമായി, അപ്പനായി, അമ്മയായി കാണുന്നത് കൊണ്ടോ അല്ല. കേരളത്തിൽ ബീഫ് പോലെ തന്നെ വളരെയേറെ ആളുകൾ കഴിക്കുന്നതാണ് പന്നിയിറച്ചി എന്ന് നോർത്ത് ഇന്ത്യൻ സംഘികൾക്ക് അറിയില്ല. നോർത്ത് ഇന്ത്യൻ സംഘികൾക്ക് മാത്രമല്ല, കേരളത്തിലെ സംഘികളും ബീഫിന്റെ കാര്യം പറയുമ്പോൾ ഉടനെ പന്നിയുടെ കാര്യം പറഞ്ഞ് ഇറങ്ങും. ഇത്ര വിവരം കെട്ട ഒരു സമൂഹം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ ചരിത്രത്തിൽ സാധിക്കുമെന്ന് നമ്മളിൽ ആരും കുറെ വർഷങ്ങൾക്ക് മുൻപ് ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ മോദിയെപ്പോലെ ഒരാളുണ്ടെങ്കിൽ ഇത് അസാധ്യമല്ല എന്ന് വ്യക്തമായല്ലോ. നോർത്ത് ഇന്ത്യൻ സംഘികളോട് എൻ്റെ അഭ്യർത്ഥന, പന്നിയെ ദൈവമായി കണ്ട് പൂജിക്കുക മാത്രമല്ല, പന്നിയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും എന്ന് പറയുക കൂടി ചെയ്യണം എന്നാണ്. ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന കേരളീയരെ സമ്മതിക്കണം. സംഘികൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരാണ് എന്ന് കണക്കാക്കാനാവില്ല. ലോകത്തിലെ വിവരവും വിവേകവും സംസ്കാരവും തലച്ചോറുമില്ലാത്ത ഏറ്റവും നികൃഷ്ടമായ ഒരു കൂട്ടം ജീവികളാണ് അവർ എന്നുള്ളതാണ് വാസ്തവം. ഈ സംസ്കാരമാണ് കേരളത്തിലും അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ മലയാളികൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുടിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഞങ്ങൾ ധരിക്കും. പശുയിറച്ചിയും പോത്തിറച്ചിയും പന്നിയിറച്ചിയും ആട്ടിറച്ചിയും എന്ന് വേണ്ട, ഞങ്ങൾക്ക് കഴിക്കണം എന്ന് തോന്നുന്ന ഏത് സാധനവും ഞങ്ങൾ കഴിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ കൂട്ടങ്ങളെങ്ങാൻ കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമെന്ന്. ഇവിടെ കേരളത്തിൽ ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റ് ഏത് മതക്കാരും മതമില്ലാത്തവരും തോളോട് തോൾ ചേർന്ന് ഒരുമയോടെ ജീവിക്കും. ഞങ്ങൾക്ക് വലുത് മതമല്ല, മനുഷ്യത്വമാണ് ഞങ്ങളുടെ യഥാർത്ഥ മതം. മതം എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു വിശ്വാസം മാത്രമാണ്. ഏതൊരാൾക്കും ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഏതൊരു കേരളീയനും ഏതൊരു ഇന്ത്യക്കാരനുമുണ്ട്. അതിനാൽ നിങ്ങൾക്ക് പന്നിപൂജ ചെയ്യണമെങ്കിൽ അത് ചെയ്തുകൊള്ളൂ, പശുപൂജ ചെയ്യണമെങ്കിൽ അത് ചെയ്തുകൊള്ളൂ. പക്ഷേ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന്, ഞങ്ങൾ എന്ത് കഴിക്കണമെന്ന്, ഞങ്ങൾ എന്ത് കുടിക്കണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമാണ്. അത് നിയന്ത്രിക്കാൻ സംഘികൾക്ക്, മോദിക്ക്, മോദിയുടെ മൂത്താപ്പയ്ക്കോ പോലും അവകാശമില്ല. ഞങ്ങളത് സമ്മതിക്കുകയുമില്ല. മുസ്ലിങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടി ഏറ്റവും പുതിയ മാർഗമായ പന്നിപൂജ ചെയ്യുന്ന ഈ തലച്ചോറില്ലാത്ത സംഘിക്കൂട്ടങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?